എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അവിൻ രാധാകൃഷ്ണൻ. ചെറിയൊരു കാര്യം, ഞാൻ ഇതിന് ശേഷം 2 വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. രണ്ട് വീഡിയോസ് എനിക്ക് സ്പെഷ്യൽ ആണ്. കാരണം ഒരു വീഡിയോ എന്ന് പറയുന്നത് 2021 ജൂലൈ 9 ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസിൽ എൻ്റർ ആവുന്നതിന് ഒരു 8 മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോന് ശേഷം ഞാനത് പ്ലേ ചെയ്യും. അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന്റെ അന്ന് എയർപോർട്ടിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ എന്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് രണ്ടും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യും. നിങ്ങൾ ഈ രണ്ട് വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഓക്കെ, പ്ലീസ് വാച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 9, 2021. സത്യത്തിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. പക്ഷെ എന്നാൽ കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് തകർന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു സമയമാണിത്. ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1 മന്ത് ബെഡ് റെസ്റ്റ് ആണ്. ആകെ മൊത്തത്തിൽ സീൻ കോൺട്രയാണ്. അപ്പം എൻ്റെ ലൈഫിൽ അടുത്ത ഘട്ടത്തിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. ഇന്ന് ജൂലൈ 9. ഇന്ന് ബിഗ് ബോസ് സീസൺ 3 ഫിനാലെ പോലും എന്നാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ബിഗ് ബോസ് സീസൺ 4 പോകണമെന്ന് ആഗ്രഹമുണ്ട്. 99% അതിലേക്ക് സെലക്റ്റഡ് ആവാൻ ഒരു ചാൻസും ഇല്ല. അതെങ്ങനെ അതിലേക്ക് പോകണം, ആരെ കാണണം, എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. വെറും 1% ചാൻസേ ഉള്ളൂ അതിൽ ഞാൻ സെലക്റ്റഡ് ആവാൻ. 1% ചാൻസ്. പക്ഷെ ആ 1% ചാൻസിന് വേണ്ടി ഞാൻ എഫേർട്ട് ഇടും. ഇന്ന് തൊട്ട് ജൂലൈ 9 തൊട്ട് ഞാൻ എഫേർട്ട് ഇടും. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്യും. 99% കിട്ടത്തില്ല. 1% മാത്രമേ ഞാൻ അതിൽ സെലക്റ്റഡ് ആവാനുള്ളൊരു ചാൻസ് ഉള്ളൂ. പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഐ വിൽ ട്രൈ. ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. ഞാൻ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റും ഈ വീഡിയോന് ശേഷം ഞാൻ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോഴൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. ഒരു പക്ഷേ എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് തിരിച്ച് വരുന്നു അന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ലൈഫിൽ തകർന്ന് പണ്ടാരണങ്ങി ഡിപ്രസ്ഡ് ആയിട്ട് ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഓക്കെ, ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. ഓക്കെ, പ്രിപ്പയർ ചെയ്യും. നോക്കാം. കീപ് സ്മൈൽ. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഈ കാണുന്നത്? എൻ്റെ ദൈവമേ, ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മോ, ഒരുപാട് എനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹം, സന്തോഷം. ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് എൻ്റെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഫുൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. പിന്നെ വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യും. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. വീണ്ടും കാണുന്നവരെ ഗുഡ് നൈറ്റ്. അമ്മോ,
കരച്ചിലുണ്ടോ? എനിക്ക് തന്നെ ഭയങ്കര കരച്ചിൽ തോന്നുന്നു. എന്താണ് നടക്കുമ്പോഴും ഇങ്ങനെ ശരിയല്ലേ? ഇത്രയും സ്നേഹിക്കുന്ന ഒരാളല്ലേ? ഹാപ്പി അല്ലേ? അതുകൊണ്ടല്ലേ കാണാൻ വേണ്ടി വന്നത്. ഈ കരഞ്ഞ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ എല്ലാവർക്കും നമസ്കാരം. ഇത് അമ്മുവാണ്. അമ്മുവിനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എയർപോർട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ കാണാൻ വന്ന ഒരു കുഞ്ഞ് അനിയത്തിയാണ്. അപ്പം പുള്ളിക്കാരി സന്തോഷം കൊണ്ട് സങ്കടം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിന്നീടാണ് കണ്ടത്. അപ്പം അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പുള്ളിക്കാരിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. അവര് സ്നേഹം കൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം വിഷമം ഉണ്ടെങ്കിൽ കരയും. ഓക്കെ, സോ അത് ഓരോരുത്തരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കരുത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യണം. താങ്ക് യു. ഹാപ്പി അല്ലേ? രാവിലെ കാണാൻ വേണ്ടി വന്നതാ. ഓക്കെ, ഓക്കെ, ശരി.